ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ന് നമുക്ക് പണി കിട്ടിയിരിക്കുന്നത് മെക്കാനിക്കിന്റെ വൈബ്രേറ്റർ ചാർജ് കയറുന്നില്ല. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തു. വൈബ്രേറ്ററും ബാറ്ററിയും എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്തതിനു ശേഷം ഫ്രെയിമിൽ നിന്നും ബോർഡ് റിമൂവ് ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തന്നെ ചാർജിംഗ് സെക്ഷൻ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ചാർജിംഗ് കണക്ടർ ഓക്കെ ആണോ എന്ന് നോക്കലാണ്. ചാർജ് കണക്ട് ചെയ്തതിനു ശേഷം സിയുടെ ഔട്ടിൽ 5 വോൾട്ട് എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 5 വോൾട്ട് എത്തുന്നുണ്ട്, അതിനർത്ഥം സി ഓക്കെ ആണ് എന്നാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് കമ്പോണൻസുകൾ ഉള്ളത്. ആദ്യത്തെ കമ്പോണന്റിലും 5 വോൾട്ട് എത്തുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാറ്ററിയുടെ പോസിറ്റീവിൽ 3.7 ഉള്ള ബാറ്ററിയിൽ 4 വോൾട്ടെങ്കിലും എത്തിയാലേ ചാർജ് സ്റ്റോർ ആവൂ. അതിന് ബാറ്ററിയുടെ പോസിറ്റീവ് പോയിന്റിൽ എത്ര വോൾട്ട് എത്തുന്നുണ്ട് നോക്കാം. ഇവിടെ 2 സംതിങ് എത്തുന്നുള്ളൂ. അതിനർത്ഥം എവിടെയോ വോൾട്ട് കട്ടാവുന്നുണ്ട് എന്നാണ്. ചാർജിംഗ് സെക്ഷന്റെ ആദ്യ കമ്പോണന്റിൽ 5 വോൾട്ട് എത്തുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള ഐസിയുടെ ഈ ഒരു ലെഗിലേക്കും 5 വോൾട്ട് എത്തുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് പോയിന്റിൽ നിന്നും നമുക്ക് ജസ്റ്റ് നോക്കിയാൽ ഏകദേശം ചാർജിംഗ് പാത്ത് നമുക്ക് മനസ്സിലാകും. ഇവിടെ 2 സംതിങ് ആണ് കിട്ടുന്നത്. ഇങ്ങനെ വന്ന് ഇവിടെയും 2 ആണ് കിട്ടുന്നത്. ഇവിടെയും 2 ആണ് കിട്ടുന്നത്. ഇവിടെയും 2 ആണ് കിട്ടുന്നത്. ഈ ഒരു കമ്പോണന്റിന്റെ ഇവിടെയാണ് ലാസ്റ്റ് 5 വോൾട്ട് കിട്ടുന്നത്. അതിനർത്ഥം ഇതിനുശേഷം എവിടെയോ ഒന്ന് കട്ടായിട്ടുണ്ട് എന്നാണ്. നമുക്ക് നേരെ ഇവിടുന്ന് ഒരു ജമ്പർ എടുത്ത് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ജമ്പർ അടിച്ചു. ഷോർട്ട് ആവാതെക്കാൻ യും ഇട്ടതിന് ശേഷം ജസ്റ്റ് വോൾട്ട് ചെക്ക് ചെയ്തു. നോക്കുമ്പോൾ 5 വോൾട്ട് ഇവിടെ എത്തുന്നുണ്ട്. ഇനി നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. ചാർജ് ചെയ്യുമ്പോൾ തന്നെ ചാർജിങ് ഇൻഡിക്കേറ്റർ കത്തിയതുകൊണ്ട് നമുക്ക് ഓക്കെ ആയി എന്ന് മനസ്സിലായി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. കറക്റ്റ് ആംബിയർ എടുക്കുന്നുണ്ട്.